ഇന്ന് ഷോർട്സ് അല്ല കേട്ടോ, ഇന്ന് കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവാണ്. സോ അതിൻ്റെ വിശേഷങ്ങളാകട്ടെ ഈ വീഡിയോയിലെന്ന് ഞാൻ വിചാരിച്ചു. തുടക്കത്തിലെ തന്നെ മൊത്തം പാളിച്ചകളായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ്. പക്ഷേ 11 o'clock വെസ്റ്റ് സൈഡ് ഓപ്പൺ ആവുന്നത്. ഞാൻ ചെന്നത് 10:30. പിന്നെ ഒട്ടും താല്പര്യമില്ലെങ്കിലും മാക്സി കയറി ഡ്രസ്സൊക്കെ 10 മിനിറ്റിലെടുത്ത് പുറത്ത് ബസ് വെയിറ്റ് ചെയ്ത് നിന്നു. മഴക്കാറ് കണ്ടപ്പോഴാണ് കുട എടുത്തില്ലെന്നുള്ള കാര്യവും ഞാൻ ഓർത്തത്. ഈ മഴ നോക്കി നിൽക്കുന്ന അത്ര സുഖമുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് നേരെ അവിടെ നിന്ന് ഊബർ വിളിച്ച് അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറിട്ടോ. ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. എന്തായാലും കറക്റ്റ് സ്ഥലത്തെത്തി ആദ്യത്തെ ആളെ മീറ്റ് ചെയ്തു. ഇത് ശ്രീലക്ഷ്മി, ഞങ്ങൾ ശ്രീ എന്ന് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മൂന്നാമത്തെ ആളെ കാണാനായിട്ട് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും. ചെറിയ വിശപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് കൊണ്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടും അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നുള്ള അടുത്ത യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മൊത്തത്തിൽ 3 ബസ് മാറി കയറണം. എന്തായാലും ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ബസ് കയറിയപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് തുടക്കത്തിലിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മടുത്തു തുടങ്ങി. പിന്നെ കുറേ നേരം പുറത്തെ കാഴ്ചകൾ കണ്ടും പുറത്തെ പൊടിയും ചെളി അടിച്ചും അങ്ങനെയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലും എത്തി. സത്യം പറഞ്ഞാൽ ഏത് ബസ്സിൽ കയറണമെന്ന് പോലും അറിയാതെ വായും പൊളിച്ച് നോക്കി നിൽക്കുമായിരുന്നു. വെയിറ്റിംഗ് പറ്റാത്തതുകൊണ്ട് നേരെ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ വഴി അറിയാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശ്രീക്കും തെറ്റി, ഊബർ ഡ്രൈവർക്കും. കൺഫ്യൂഷൻസ് ഒക്കെ തീർന്ന അവസാനം എങ്ങനെയോ ഷൈനോയെ കണ്ടുമുട്ടി. ഞങ്ങൾ 3 പേരും ഡിഗ്രി കാലം തൊട്ടേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞിട്ട് 7 വർഷമായി. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിലും സ്ട്രോങ് ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരിൽ ആദ്യം കല്യാണം കഴിച്ചതും അതുപോലെ ആദ്യം കുട്ടി ഉണ്ടായതും ഷൈനോയ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാനും വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ 10:30 പുറപ്പെട്ടതെങ്കിലും എത്തിയ പൂച്ചയായതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ നേരെ ലഞ്ചിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. വിശപ്പിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നേരെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ 3 പേരുടെയും കാര്യം പറയുകയാണെങ്കിൽ ഞാനും ശ്രീയും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹൈബ്രിഡുകാരിയായ അവളും റെഗുലർ ഓഫീസിൽ പോകേണ്ട ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒട്ടും കാണാത്തത് ഷൈനോയെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഇവിടെയൊന്നും അല്ലായിരുന്നു, പുറത്തായിരുന്നു. എന്തായാലും ഡെലിവറി കഴിഞ്ഞ് ഈ ഒരു പീരീഡിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കാണണമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കണ്ടത്. കുറേ കാലം കൂടി കാണുന്നതാണെങ്കിലും ഞങ്ങൾ റെഗുലറായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ദിവസം അതിന് മൊത്തമായിട്ട് കഴിഞ്ഞില്ല. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പേരക്കുണ്ട്, ഇതാ മേളിൽ കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മാത്രമേ നമുക്ക്, അതായത് ഇവിടെ പൊട്ടി കിടപ്പുണ്ട്, അത് മാത്രമേ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. അതാണ് കറക്റ്റ് പാകമായിട്ട്. പണ്ടൊക്കെ നല്ല ഡ്രസ്സും ഫുഡും കിട്ടുന്ന കാര്യമാണെങ്കിൽ ഇപ്പൊ വേറെ കുറെ കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പോയിന്റ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സ്മിറ്റന്റെ ക്രെഡിറ്റ് പോയിന്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? അല്ല, ട്രയൽസ് ഉണ്ട്. അത് കഴിഞ്ഞ് ട്രയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേ പൈസ തന്നെ അവർ ബാലൻസ് അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ പോയിന്റ്സ് ഉണ്ടാവും. പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് പിന്നെയും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫുൾ സൈസ് പ്രൊഡക്ട്സ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നിന്റെ പേജ് ആ വീഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഈ പോയിന്റ്സ് കളക്ട് ചെയ്യുന്ന കാര്യമൊക്കെ വരുമ്പോൾ ശ്രീ അതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്കും കുറെ ടിപ്സുകളൊക്കെ ശ്രീ ഇതുപോലെ ഇടയ്ക്ക് പറഞ്ഞു തരാറുമുണ്ട്. ഇൻവെസ്റ്റ് എന്താ അല്ലേ, പണ്ടൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാ, നല്ല ഡ്രസ്സ് എവിടെ കിട്ടും എന്നൊക്കെ നോക്കി നടന്ന ഞങ്ങൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഇറ്റലിയിലുള്ള ഷൈനോയുടെ സിസ്റ്റർ അനുവും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുവിനോടും ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഞങ്ങൾക്കുള്ള ബസ്സും കിട്ടി. ഭാഗ്യത്തിന് ഇത്തവണ അബദ്ധങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആവശ്യത്തിൽ കൂടുതൽ നനഞ്ഞു. പിന്നെ ലുലുവിലേക്ക് പോകാൻ
പോവാന്നാണ് വിചാരിച്ചത്. ശ്രീക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. നേരെ മെട്രോ പിടിച്ച് ലുലുവിലേക്ക് പോയി. വിശപ്പ് ഞങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് ആദ്യം പോയി. പക്ഷെ അവിടെ തിരക്കായതുകൊണ്ട് നേരെ KFC കയറിയിട്ട് ഒരു ബക്കറ്റ് ചിക്കൻ ഓർഡർ ചെയ്തു. ഇത് മൊത്തം കഴിച്ചോളാന്നുള്ള ഗ്യാരണ്ടിയിലൊക്കെയാണ് കക്ഷി വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും ഇത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ പാഴ്സലാക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ കഴിച്ചു പതുക്കെ തുടങ്ങി. നല്ല ടയർഡായതുകൊണ്ട് ഫുഡ് കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോ മെയിൻ